അതെ അളിയൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ചെക്ക് വന്നു പറഞ്ഞപ്പോ ഒരു വാക്ക് പോലും പറയാതെ അവൻ പോയേക്കല്ലേ. ഇനിയിപ്പോ പൈസ മാറി വരുമ്പോ കാല് മാറുമെന്നുള്ളതാ എന്റെ പേടി. എന്തിനപ്പ അതിന് 4 ആളെ കൂട്ടി പോണി? ചെക്ക് ലോറിയിലൊന്നും കൊണ്ടണ്ട. അവന്റെ പേരിൽ വന്ന ചെക്കല്ലേ, അവൻ പോയി ഒപ്പിട്ട് പഠിച്ചോട്ടെ. അമ്മാവാ ഓരോ കാര്യങ്ങൾക്ക് ഒരു സാമാന്യ മര്യാദയില്ലേ. ഞാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് കയറി ഇറങ്ങി എല്ലാം ശരിയാക്കി കൊടുത്തപ്പോ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് നോക്കിയൂടെ? അതെന്തിനാ അതെന്ന്? എന്തിനാ നിങ്ങൾക്കല്ല ഈ ഒരു രീതി, ഈ ഒരു സംസ്കാരം, അല്ലാതെ വേറൊന്നും അറിയില്ല. എനിക്ക് ആരെ കണ്ടാലും വിശ്വാസമില്ല. ഇനിയിപ്പോ ഞങ്ങൾ കുറ്റക്കാരാ. ഞാൻ അവനെ ഇന്നലെ കാണാൻ തുടങ്ങിയതൊന്നും ഇങ്ങനെ കാണിച്ചവനെ എങ്ങനെ വിശ്വസിക്കുന്ന അമ്മാവൻ പറയും. ഇതൊന്നും ഉണ്ടായിരിക്കടാ. ചെക്കായിട്ട് അവൻ ബാങ്ക് പോയോന്ന് എന്റെ സംശയം. പിന്നെ ഈ നട്ടാപ്പാതിര 6-6:30 മണിക്കാണ് ഇവിടെ ബാങ്ക്. എടാ 4 മണിക്ക് പഞ്ചായത്തിലുള്ളവരൊക്കെ പോകും. ഈ 6-6:30 വരെ അവൻ പിന്നെ എന്തെടുക്കുക? വൈകിട്ട് ചെക്ക് കിട്ടിട്ട് ഇനിയിപ്പോ നാളെ മാറാൻ പറ്റുള്ളൂ. അല്ല വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ചെക്ക് പാസ്സായത് അവനായോണ്ട് ഇപ്പൊ വീട്ടിൽ എങ്ങനെ കാശ് ആർക്ക് എടുക്കണമെന്നൊന്നും നാട്ടുകാർക്ക് അറിയില്ലോ. കൂട്ടുകാർ ചെലവ് ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഞാൻ അതെന്തെങ്കിലും ചെയ്യണ്ടെങ്കിലോ. അവൻ അതിനൊന്നും പോവില്ല. ആരെങ്കിലും കണ്ട് വർത്താനം പറഞ്ഞ് നിൽപ്പുണ്ടാവും. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇവൻ എന്തൊരിത്ര വർത്താനം പറയാനാണ്. പക്ഷെ ഒരു കാര്യത്തില് ചേച്ചിയെ സമാധാനായി. ഒരു 10-15 ഉറുപ്പ്യ എന്റെ കയ്യിൽ നിന്ന് ഈ പേരും പറഞ്ഞപ്പോ മേടിച്ച് അന്ന് മുതൽ ഉറക്കല്ലാണ്ടിരുന്നാലും ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലത് ചെയ്തല്ലോ.